മഞ്ഞപ്പിത്തം ബാധിച്ച് 14 വയസ്സുകാരനടക്കം 2 പേർ മരിച്ചത് മലപ്പുറം ജില്ലയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. ചോക്കാട് പന്നിക്കോട്ട് മുണ്ടത്തുപാറക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനാണ് മരിച്ചത്. ഇതേ കുടുംബത്തിലെ 2 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പോത്തുകല്ല് കോടാലിപ്പുഴയിൽ സ്വദേശി 25-കാരനായ ഇത്തിക്കൽ സക്കീറാണ് മരിച്ച മറ്റൊരാൾ. അതേസമയം 5 മാസത്തിനിടെ 8 മരണമാണ് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ജിഗിന്റെ മരണം. രോഗം സ്ഥിരീകരിച്ച പിതാവ് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സഹോദരൻ ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. ജിബിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. 1 മാസം മുമ്പാണ് ജിഗിന് മഞ്ഞപ്പിത്തം ബാധിച്ചത്. നിലമ്പൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമായിരുന്നു കോഴിക്കോട്ടേക്ക് മാറ്റിയത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് പന്നിക്കോട്ടുമുണ്ടയിൽ മരുതങ്ങ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ മോനാണെന്ന് മരണപ്പെട്ടിട്ടുള്ളത്. ജിഗൻ എന്നാണ് കുട്ടിന്റെ പേര്. ആ കുടുംബത്തിൽ 7 അംഗങ്ങളിൽ 6 പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത്. മരുന്നുകളിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു. ഇതിൽ 10-ലേറെ പേർ ചികിത്സ തേടിയതായാണ് വിവരം. ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നാണ് രോഗം പടർന്നതായി കരുതുന്നത്. പ്രദേശത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. പോത്തുകല്ല് കോടാലിപ്പറമ്പിൽ സ്വദേശി 25-കാരനായ ഇത്തിക്കൽ സക്കീറാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച മറ്റൊരാൾ. ഇതോടെ 5 മാസത്തിനിടെ 8 മരണമാണ് മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലബാർ ടൈംസ്, നിലമ്പൂർ.